ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. പുതുതായി നിർമ്മിച്ച ഹെഡ് ഓഫീസിന്റെ കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. നിങ്ങൾക്ക് അടുത്തതായി ഉപഹാര വിതരണമാണ്. ഈ കെട്ടിടത്തിന്റെ എഞ്ചിനീയർമാരായ ശരത് കിഷോർ, ദിജേഷ് ശ്യാംലാൽ, അതുപോലെ തന്നെ കരാറുകാരൻ ഉദയൻ തെരുവത്ത് ഇവർക്കുള്ള ഉപഹാരം എന്റെ വാചകം അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയങ്കരനായ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അതൊന്നൊരു ശരിയായ ഏർപ്പാടല്ല. ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ അനൗൺസ് ചെയ്യുന്നത്. ഞാൻ സംസാരിച്ച് അവസാനിച്ചതിന് മൂലം തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? കാസർഗോഡ് ബേഡെടുക്ക സർവീസ് സഹകരണ ബാങ്ക് ഉദ്ഘാടന ചടങ്ങിനിടെ മുഖ്യമന്ത്രി ഇറങ്ങി. ഇത് ഈ ജന്മം ശരിയാവില്ല, കഷ്ടം. കാസർഗോഡ് ബേഡെടുക്ക സർവീസ് സഹകരണ ബാങ്ക് ഉദ്ഘാടന ചടങ്ങിനിടെ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി. അപ്പൊ നീ ആത്മാർത്ഥമായിട്ട് മണ്ടനാണല്ലേ? അതൊന്നൊരു ശരിയായ ഏർപ്പാടല്ല. ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ അനൗൺസ് ചെയ്യുന്നത്. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം, ലൂസ് മോഷൻ. കൊള്ളാം, നന്നായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീരും മുൻപ് വേദിയിൽ അനൗൺസ്മെന്റ് നടത്തിയതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത്. ഉപഹാരം എന്റെ വാചകം അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയങ്കരനായ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും ഇതുപോലെ. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീരും മുൻപ് വേദിയിൽ അനൗൺസ്മെന്റ് നടത്തിയതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തന്നെ. എനിക്ക് നന്ദിയുണ്ട്. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ